ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ജിൻ സംജയ് വ്ളോഗ്സ്. അങ്ങനെ ശേഷം ദേ മച്ചാനും കൊണ്ട് ഞാൻ എത്തിയേക്കാണ്. ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും എവിടെയാന്ന്. നമ്മള് ചെന്നൈയിലാണ്. എന്തിന് ചെന്നൈയിൽ വന്നു എന്നുണ്ടെങ്കിൽ ആ ബോംബ് പൊട്ടിക്കാൻ ഇപ്പോഴും സമയമായിട്ടില്ല. അത് എന്തായാലും പൊട്ടിക്കുമ്പോ നിങ്ങൾ ഞെട്ടും, അത് ഉറപ്പാ. അപ്പോ ഇവിടെ വന്നപ്പോ നമുക്ക് ചെന്നൈ മൊത്തം കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കണേ. ചെന്നൈയുടെ ഒരു മണ്ടക്കുള്ള, അതായത് ഒരു ഡ്രോൺ ഷോട്ട് എന്നൊക്കെ പറയാം. അത് സെറ്റപ്പിൽ എന്തായാലും കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്തായാലും കിടിലം പരിപാടി ആയിരിക്കും. കണ്ടിന്യൂ ചെയ്യുക, സ്കിപ്പ് ചെയ്യാം. ഓക്കെ, ഇതാണ് പള്ളിക്ക് കയറാനുള്ള ആ ഒരു ചെറിയ എൻട്രൻസ്. നിങ്ങൾ ഇതേ കേറി തുടങ്ങിയുള്ളൂ. കേറി തുടങ്ങിയപ്പോഴേക്കുള്ള ആ ഒരു കാഴ്ച ഞാൻ കാണിച്ചു തരാം. അതായത് ഏകദേശം ആയിട്ടുള്ളൂ കേട്ടോ. ഏകദേശം കിടിലം വ്യൂ എന്ന് പറഞ്ഞാൽ മേലോട്ട് ചെല്ലുമ്പോൾ കിടിലം വ്യൂ ആയിരിക്കും, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആയിരിക്കും. കറക്റ്റ് ഇന്റർനാഷണൽ, അതായത് കാംരാജ് ഇന്റർനാഷണൽ എയർപോർട്ട് നമ്മുടെ ഈ ഒരു ചർച്ചിന്റെ ബാക്ക് സൈഡിലായിട്ടാണ് കാണുന്നത്. കിടിലം വ്യൂ ആണ്, കാണാം. ഇവിടേക്ക് എങ്ങനെ എത്തിയെന്ന് ചെറുതായി പറഞ്ഞുതരാം. MGR സെൻട്രലിൽ നിന്ന് പാർക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോവുക. അവിടെ ചെന്ന് സെൻറ് തോമസ് മൗണ്ടിക്ക് 5 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലൊക്കേഷനിൽ എത്താൻ പറ്റും. അവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്റർ നടക്കാനും ഉണ്ട്. വർഷങ്ങളോളം പഴക്കമുള്ള ഒരു ചെറിയ പള്ളിയാണ്. ഇപ്പം അവിടെ ഒരുപാട് റിനോവേഷനുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു വ്യൂ പോയിന്റിൽ നിന്ന് കഴിഞ്ഞാൽ ചെന്നൈയുടെ ഒരു പകുതി ഭാഗം തന്നെ വളരെ മനോഹരമായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ നേരെ നടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വ്യൂ പോയിന്റിലേക്ക് എത്താം. പക്ഷെ അവർ ഗേറ്റ് വെച്ച് അത് അടച്ചേക്കാണ്. ആ ഒരു വ്യൂ പോയിന്റിൽ നിന്ന് നേരെ ഇപ്പുറത്തുകൂടെ കടന്ന് ഇങ്ങോട്ട് വന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള. തോമസ് ലീഹ ഇങ്ങോട്ട് വന്നതും ഇവിടുത്തെ ചരിത്രവും അതുപോലെ തന്നെ ഒരുപാട് പഴയ സാധനങ്ങളും പഴയ അവശിഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടിയതും പിന്നെ പഴയ കുറച്ച് മിനിയേച്ചറുകളും പുതിയ മിനിയേച്ചറും ചെന്നൈയുടെ മിനിയേച്ചറും അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഇവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്ന് അത് കൃത്യമായിട്ട് വായിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് ചെന്നൈയിൽ തോമസ് ലീഹ വന്നതും ഈ ക്രിസ്ത്യൻ ചരിത്രമൊക്കെ നമുക്ക് കുറച്ചധികം തന്നെ വായിച്ചു നോക്കാനായിട്ട് സാധിക്കും കേട്ടോ. അതിൻ്റെ മുകളിലോട്ട് എത്തി. ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ അങ്ങനെ ഞെട്ടിപ്പോയി. ശരിക്കേ യാതുണ്ട് അതൊക്കെ നല്ല രസമുള്ളത്. അതൊക്കെ നേവൽ സ്പേസാ അല്ലേ? നല്ല രസമുണ്ട് കാണാൻ. അല്ല, നേവിയുടെ സ്പേസ് അല്ലേ? അത് മൊത്തം നേവിയുടെ സ്പേസ് ആണ്. പിന്നെ ചെന്നൈ മെട്രോ ആണ് ഇതാ കാണുന്നത്. ചെന്നൈ മെട്രോ, അതൊക്കെ മെട്രോ. പിന്നെ നിറച്ച് വീടുകൾ. പിന്നെ അത് ചെറിയ പള്ളി, നമ്മള് വന്നപ്പോ കണ്ട പള്ളി അല്ലേ? അതെ അതെ, അതുവഴിയൊക്കെ നമ്മൾ കേറി വന്നേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നു അത് നമ്മുടെ ഈ മെട്രോ ഇല്ലേ, മെട്രോയുടെ സ്റ്റേഷൻ, അത് റെയിൽവേ സ്റ്റേഷനും സെറ്റപ്പ് ഒക്കെ. മാത്രല്ല ഇവിടെ നിൽക്കുമ്പോ നല്ല കാറ്റും നമുക്ക് ആസ്വദിക്കാം. നല്ല രസമുണ്ടല്ലേ, ഒരു സമാധാനമായിട്ടുള്ള ഒരു ഫീല്. ശരിയാ. അതെങ്ങനെയാന്നറിയോ, ഇവിടെ മറ്റേ നടന്ന് കേറി വയ്യാണ്ടായിട്ട് വന്നിട്ട് ഒരു ശാന്തി. അതെ, അതിന്റെ ഫീൽ. നല്ല വെയിലുണ്ടെങ്കിലും നല്ലതായിട്ട് ഫീൽ ചെയ്യത്തില്ല. കട്ട ചൂടുണ്ടെന്ന്. ഇവിടെ സത്യം പറഞ്ഞ ചെന്നൈയിൽ നല്ല ചൂടാണ്, പക്ഷെ എന്നാലും ഇതിന് മണ്ടയ്ക്ക് അറിയത്തില്ല. ഈ ഒരു സൈഡിലാട്ടോ കേട്ടോ, ഈ ഒരു സൈഡിലാട്ടോ നമ്മുടെ ചെന്നൈ ഇന്റർനാഷണൽ എയർപോർട്ട്. അത് അപ്പുറം നമുക്ക് പോയിട്ട് കാണാൻ പറ്റും. ഇവിടെ കാൽവരി ഓഫ് സെൻറ് തോമസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറിയപ്പോൾ കാണാൻ സാധിച്ചത് തോമസ് ലീഹയുടെ വിവിധങ്ങളായിട്ടുള്ള ഭാഗങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അതായത് അത് വളരെ പ്രിസർവ് ചെയ്ത് വെച്ച് അവർ കാണിച്ചു വെച്ചിട്ടുണ്ട് അവിടെ. പള്ളിയുടെ ബാക്കിലേക്ക് വന്നിട്ടുണ്ട്. ഇതാ അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്റർനാഷണൽ എയർപോർട്ട് കാണാം. എനിക്ക് കാണാൻ പറ്റും. ഫോണിൽ എത്രത്തോളം ക്ലിയർ ആവും നമുക്ക് കാംരാജ് ഇന്റർനാഷണൽ എയർപോർട്ട് പറയാൻ പറ്റില്ല. കാംരാജ് ഇന്റർനാഷണൽ എയർപോർട്ട്. നമ്മൾ ആ ഒരു കുഞ്ഞ് പള്ളിയുടെ ബാക്കിലാണ് നിൽക്കുന്നത്. ഇവിടെ വിശുദ്ധ തോമസ് ലീഹയുടെ തിരുശേഷിപ്പുണ്ട്. ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതൊക്കെ 100% നടക്കും, നടന്നിരുന്നു. പള്ളിയിലത്തെ മനോഹരമായ കാഴ്ചകളും ചരിത്രങ്ങളൊക്കെ കണ്ടതേ തിരിച്ചറിഞ്ഞാണ്. സംഭവം അടിപൊളി ശരിക്കും. അതെ, ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. ഞാന് വലിയ പരിപാടി തീർക്കാൻ പോവാ. പക്ഷെ അതല്ല, ഞാനിവിടെ നടക്കുവോ, നമ്മൾ നടത്തും. നമ്മള് ഓൺ ദ സ്പോട്ടിൽ ഐഡിയ പ്ലാൻ വന്നു, അത്രേ ഉള്ളൂ. അതാണ് നമ്മൾ.
ഒരുപാട് സന്തോഷം. സന്തോഷം മാത്രമല്ല, ഇതൊക്കെ ലൈഫില് ഓർത്ത് വെക്കാൻ പറ്റുന്ന നല്ല മൊമെന്റ്സ് ആണ്. പ്രത്യേകിച്ച് ഈ ചെന്നൈ യാത്ര, അത് ഞാൻ അങ്ങനെ നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി അതിന്റെ ക്ഷീണമൊക്കെ മാറി ഞാനൊരു ജ്യൂസ് കുടിച്ചു, മറ്റൊരു ചായയിൽ ഒതുക്കി. ജ്യൂസ് സെറ്റ് ആവത്തില്ല, തണുപ്പ് സെറ്റ് ആവത്തില്ല, അതാണ് വിഷയം. എത്ര ചൂടാണല്ലോ അടിക്കും. എനിക്ക് ജ്യൂസ് ഇല്ലാണ്ട് പറ്റില്ല, അതുകൊണ്ട് സെറ്റായി നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ലോക്കൽ റെയിൽവേ സ്റ്റേഷൻ. അതെ, ഒരു 1.5 കിലോമീറ്ററോളം ഉണ്ട്. എന്റെ ട്രെയിൻ